പ്രോഡക്റ്റാണ് നമ്മുടെ ഡാബാലൈഫ് എന്ന് പറയുന്നത്. ഡാബാലൈഫിൽ നമുക്കറിയാം വെളുത്തുള്ളിയാണ് മെയിനായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ്. നമുക്കറിയാം, അതിൽ കാണുന്ന സയൻറ്റിസ്റ്റാണ് പീറ്റർ ജോസി എന്ന് പറയും. 10-15 വർഷത്തെ എക്സ്പെരിമെൻറ്റിന് ശേഷം കണ്ടുപിടിച്ച പ്രൊഡക്റ്റാണ് നമ്മുടെ ഡാബാലൈഫ്. വെളുത്തുള്ളി ചതയ്ക്കുമ്പോൾ ഒരു ഗ്യാസ്, ഒരു മണം, സ്മെല്ലുണ്ട്. നമുക്ക് ശരിക്കും ആ അലിസ് എന്ന് നമ്മൾ ഉമിനീരിൽ മാത്രം ലയിച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ അത് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അതിൽ അലിസിന് 100% സ്റ്റെബിലൈസ് ചെയ്തിട്ട് ആനച്ചുവടി, ചുവന്ന ചീര, പാവയ്ക്ക, കറുവപ്പട്ട, അടക്ക, ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. നമുക്ക് ആർക്ക് വേണമെങ്കിൽ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ആഫ്റ്റർ എഫക്ട്സോ സൈഡ് എഫക്റ്റോ നമുക്കതിൽ വരുന്നില്ല. ഇപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസിനും ടൈപ്പ് 2 ഡയബറ്റീസിനും ജസ്റ്റേഷനും നമ്മൾക്ക് ഗർഭിണികളായിരിക്കുമ്പോൾ ചില സ്ത്രീകളിൽ ഡയബറ്റിക്സ് വരാറുണ്ട്. അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ നമ്മളൊരു ഷുഗർ പേഷ്യൻ്റ് ആണ്, നമുക്കത് ഷുഗർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ഏത് ടെസ്റ്റ് ചെയ്താൽ മതി? HbA1c ടെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിന് നമുക്ക് 3 മാസത്തെ ബ്ലഡിലുള്ള ഷുഗറിൻ്റെ അളവ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് അതിലുള്ള മെഷർമെൻറ്റ് എങ്ങനെയായിരിക്കും? നോർമൽ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിട്ട് 5.6 വരെ ആയിരിക്കും. അത് നമ്മുടെ നോർമൽ സ്റ്റേജാണ്. പ്രീ ഡയബറ്റിക് എന്ന് പറയുമ്പോൾ 5.7 മുതൽ 6.4 വരെ പ്രീ ഡയബറ്റിക് പേഷ്യൻസ് ആണ്. അതിന് മുകളിലേക്ക് 6.5+ വരുമ്പോൾ നമ്മൾ ഡയബറ്റിക് പേഷ്യൻസ് ആണ്. അപ്പം നിങ്ങൾ നോർമൽ ടെസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ടെസ്റ്റ് എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഡയബറ്റിക്. അല്ലാതെ നിങ്ങൾ ഓരോ ദിവസവും ഫാസ്റ്റിങ്ങിലും അല്ലാതെയും പോയിരുന്ന ടെസ്റ്റ് നിങ്ങൾ ഒരു ലാബിൽ നിന്ന് ചെയ്ത് 2 ലാബിൽ സെയിം ടൈം കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2 ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഇതെന്ന് വെച്ചാൽ നമുക്കൊരു 3 മാസത്തെ ബ്ലഡിലുള്ള ഷുഗറിൻ്റെ അളവ് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ടെസ്റ്റാണ്. ഇതാണ് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ടെസ്റ്റ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ കാരണങ്ങളാണ് നമുക്ക് ഈ ഷുഗർ വരാനുള്ളത്? സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, നമുക്കൊന്നിനും സമയമില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താ ജോലി തിരക്കുണ്ട്, അപ്പോൾ ഉറക്കം കുറയുന്നുണ്ട്, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വരുന്നതാണ് സ്ട്രെസ്സ്. അപ്പോൾ അല്ലേ, നമുക്ക് സ്ട്രെസ്സ് കാരണമാണ് ഒട്ടുമിക്ക അസുഖങ്ങൾ നമുക്ക് വരുന്നത്. ഏഷ്യൻ ഇന്ത്യൻ ഫിനോടൈപ്പ്, അതായത് വയറ് ചാടിയ ആൾക്കാർക്ക് മേ ബി അത് വരാനുള്ള ചാൻസ് 99%. കാരണം അവിടെ നടക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് നടക്കുന്ന വ്യക്തികളിൽ ഡയബറ്റിക് പേഷ്യൻ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ നമുക്ക് വരുന്നതാണ് പാരന്റ്, നമുക്ക് ടൈപ്പ് 1 ഡയബറ്റിക് ഉള്ള ആളുകളായിരുന്നെങ്കിൽ അവർക്ക് നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഏജ്, നമുക്ക് 40 വയസ്സിന് മുകളിലാകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഡയബറ്റിക് വന്നേക്കാം. അതേപോലെ തന്നെ നമുക്ക് ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഓവർ ഒബീസ് ഉള്ള ആൾക്കാർ, നല്ല തടിയുള്ള ആളുകൾക്ക് അത് വരുന്നുണ്ട്. ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാർക്ക് നമ്മുടെ ഡയബറ്റിക് വരാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡയബറ്റിക്സ് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ നമ്മുടെ ബർത്ത്, ലാർജ് ബേബി, നമ്മൾ ജനിക്കുന്ന സമയത്ത് നല്ല വെയിറ്റുകളാണെങ്കിൽ അതിന് നമുക്ക് ഷുഗർ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് അബ്നോർമൽ ആയിട്ടുള്ള ലിപ്പിഡ് പ്രൊഫൈൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് ഷുഗർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് സിംറ്റംസ്? എപ്പോഴും വിശപ്പുണ്ടാവും. ചിലപ്പോൾ നമ്മൾ അറിയില്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ വിശപ്പ് കൂടുമ്പോഴേക്കും നമ്മൾ പോയി ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ വിശപ്പ് കൂടാനുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വരുന്ന പെട്ടെന്നുള്ള വെയിറ്റ് ലോസ്, ചില ആളുകൾ പെട്ടെന്ന് വെയിറ്റ് ലോസ് ആവും, ചില ആളുകൾ നന്നായിട്ട് തടി വെക്കുകയാണ് ചെയ്യുക. അതേപോലെ നമുക്ക് വരുന്ന ഓൾവേസ് ടയർഡ്, ക്ഷീണം, എന്നും ഇങ്ങനെ കൊട്ടുവായിട്ടുകൊണ്ടേ ഇരിക്കുക. ഭയങ്കര ക്ഷീണം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ചിലപ്പോൾ നമുക്കത് ഡയബറ്റീസിന് സിംറ്റംസ് ആയിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുക, ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേഷൻ ഉണ്ടാവുക. പിന്നെ മുറിവ് ഉണങ്ങാതിരിക്കുമ്പോൾ ചിലപ്പോൾ ഡോക്ടർ പറയും ഒന്ന് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കൂ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഡയബറ്റിക് ആയിട്ടുണ്ടാവും. അതേപോലെ നമ്മുടെ സെക്ഷൽ പ്രോബ്ലംസ് വരും ആണുങ്ങൾക്കൊക്കെ ആണെങ്കിൽ. അതേപോലെ ബ്ലറി വിഷൻ, കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയാൻ തുടങ്ങും. അതേപോലെ നമുക്ക് ഓൾവേസ് തേഴ്സ്റ്റി, വെള്ളത്തിന് ദാഹിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ വെജൈനൽ ഇൻഫെക്ഷൻസ് വരാം. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മൾ മീൻസ് ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് കാണിക്കുന്നത്. ആൻസൈറ്റി, സ്ട്രെസ്, ടെൻഷൻ, ഇതൊക്കെ ഓവറായിട്ട് വരുന്ന ആളുകളിലും അപ്പം അങ്ങനെ ഒരുപാട് സിംറ്റംസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഒരു പ്രമേഹ രോഗിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ, അതായത് HbA1c ടെസ്റ്റ്, ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും, ഇത് നമ്മൾ എന്ത് ചെയ്യണം? നോർമലാക്കി കൊണ്ടുപോകാൻ നമുക്ക് സഹായിക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ പ്രഷറും കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ അത് 3ഉം നമുക്ക് എന്ത് ചെയ്യണം? അതിന് HbA1c ടെസ്റ്റ് നമ്മൾ എടുക്കുക. പ്രഷറും ഷുഗറും ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ആക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റണം. അപ്പം നമുക്ക് നോക്കിയാൽ മതി. ശരിക്കും എന്താ പറയുക, 2030 ആകുമ്പോഴത്തേക്കും നമുക്ക് 6.2 crore ഇന്ത്യൻസ് ഡയബറ്റിക്സ് എന്നാണ് പറഞ്ഞത്. നമുക്ക് ഏറ്റവും കൂടുതൽ 7th ലീഡിങ് രാജ്യമാവും നമുക്കതിൽ പറയുന്നത്. അതുപോലെ തന്നെ 10 crores by 10 കോടിയാവും 2030 ആകുമ്പോഴത്തേക്കും ഇന്ത്യയിലുള്ള ഡയബറ്റിക് പേഷ്യൻസിൻ്റെ കണക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് ആയിട്ട് ആര് തിരഞ്ഞെടുക്കും? നമ്മുടെ ഇന്ത്യനെ തിരഞ്ഞെടുക്കും.
അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ ഈ അരി ഭക്ഷണങ്ങളാണ് നമ്മളെ കൂടുതലായിട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് വരും? 1% നമ്മൾ HbA1c കുറഞ്ഞാൽ, ഇപ്പം നമ്മളറിയാം നമ്മുടെ ഈ ഒരു നമ്മുടെ ഡയബാലൈഫ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡിലുള്ള HbA1c കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് 1% കുറഞ്ഞാൽ പോലും 25% റിസ്ക് കുറയാണ്. എന്തിനുള്ളത്? നെർവ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് വരാതിരിക്കാൻ. അല്ലെങ്കിൽ റെറ്റിനോപ്പതി, ന്യൂറോപ്പതി, കണ്ണിന് കാഴ്ചശക്തി കുറഞ്ഞത് നമ്മുടെ നെർവസിനെ ബാധിക്കുന്നത്, അതുപോലെ ഡയബറ്റിക് നെഫ്രോപ്പതി, ഇതിനൊക്കെയുള്ള സാധ്യത 25% കുറയ്ക്കുകയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസിൽ 19% നമ്മുടെ കാറ്ററാക്ട്സ്, തിമിരം വരാനുള്ള സാധ്യത നമ്മൾ കുറയ്ക്കുന്നുണ്ട്. 16% നമ്മുടെ ഹാർട്ട് ഫെയിലിയറിനുള്ള സാധ്യത കുറയ്ക്കുന്നുണ്ട്. 43% നമുക്ക് എന്താ പറയുക, തരിപ്പും മരപ്പും അങ്ങനത്തെ പെരിഫറൽ നമുക്ക് ന്യൂറോ സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഡയബാലൈഫ്, ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ഡയബാലൈഫ് കഴിച്ച് നിങ്ങൾക്ക് ഷുഗർ നല്ലപോലെ കുറയുകയാണെങ്കിൽ അത്രയും സാധ്യതകളാണ് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുന്നത് എന്നുള്ളതാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ് നമ്മുടെ ഓൺ ആൻഡ് ഓൺ ഡയബാലൈഫ് എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമുക്കതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ മതി. അലിസ് അല്ലേ, അലിസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വെളുത്തുള്ളി ചതയ്ക്കുമ്പോൾ ആ ഒരു ഗ്യാസ് 100% സ്റ്റെബിലൈസ് ചെയ്തിട്ട് ഉള്ളൊരു കണ്ടൻ്റാണത്. അപ്പോൾ അത് ടൈപ്പ് 2 ഡയബറ്റീസും ടൈപ്പ് 1 ഡയബറ്റീസും നല്ലതാണ്. നമ്മുടെ HbA1c ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരും. നമുക്ക് ഇപ്പോൾ 11 ഉള്ള ആൾക്കാർക്ക് റിവൈസ് ചെയ്ത് കൊണ്ടുവരും. നമ്മളെന്താ പറയുന്നത്? അവർ കഴിക്കുന്ന മെഡിസിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ പറയും. ഇത് ചെയ്യുന്നത് നമ്മുടെ പാൻക്രിയാസിൽ എന്തെയുള്ള ബീറ്റാ സെൽസിന് വീണ്ടും ഇൻസുലിൻ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഈ മെഡിസിൻ കഴിക്കുമ്പോൾ മറ്റേ ഇത് കൊടുക്കുന്ന ആളോട് പറയരുത് ഇത് സപ്ലിമെൻ്റ് ആണ്, അവർ കഴിക്കുന്ന മെഡിസിൻ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയരുത്. അതിൻ്റെ കൂടെ കൊടുക്കേണ്ട ഒരു സപ്ലിമെൻ്റാണിത്. ആ മെഡിസിൻ നിർത്തുമ്പോൾ അവർക്ക് ഇൻസുലിൻ ഇപ്പോൾ ഓൾറെഡി അവരുടെ ബീറ്റാ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് അവർക്ക് ഇഞ്ചക്ഷനായിട്ടും മെഡിസിനായിട്ടും കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്താണ്? ഇതൊരു സപ്ലിമെൻ്റാണ്. ഇത് നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിയിലുള്ള ബീറ്റാ സെൽസിന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് വീണ്ടും ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കഴിയുമ്പോൾ 1 മാസം 2 മാസം കഴിഞ്ഞ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ HbA1c ലെവൽ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ നമ്മുടെ അലിസിൻ സഹായിക്കുന്നുണ്ട്. പിന്നെ കറുവപ്പട്ടയുണ്ട്. ഞാൻ പറഞ്ഞു എല്ലാ ആളുകൾക്കും ഉള്ള പ്രശ്നം അല്ലെങ്കിൽ ഷുഗർ ആവാനുള്ള കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൂടുമ്പോൾ നമ്മൾ എത്ര ഭക്ഷണം കഴിക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് എന്തുണ്ടാവും? നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥി ഇതിനെ ഊർജ്ജമാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ കഴിക്കുന്നതല്ല പ്രശ്നം, നമ്മൾ കഴിച്ചങ്ങോട്ടിട്ട് നമ്മളെ വായ്ക്ക് ടേസ്റ്റ് തോന്നി നമ്മൾ കഴിച്ചു, നമ്മുടെ വയറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥി പണിയെടുത്തുകൊണ്ടേയിരിക്കുക. വീണ്ടും 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 എന്തുണ്ടാക്കാണ്? ഇൻസുലിൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. അപ്പം എന്തായി? ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയി. അപ്പം നമ്മുടെ ബോഡിയിൽ അതിങ്ങനെ തങ്ങിക്കിടക്കും. അപ്പോൾ നമ്മൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആവാൻ പോവാം. അപ്പോൾ അതിന് നമുക്കുള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ കറുവപ്പട്ട എന്ന് പറഞ്ഞൊരു ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഡയബാലൈഫിൽ ആഡ് ആയിട്ടുണ്ട്. ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സംഭവത്തിനെ പോയി നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കുന്നുണ്ട്, നമ്മുടെ ട്രൈഗ്ലിസറൈഡ്സ് 1% കുറയ്ക്കുന്നുണ്ട്, കൊളസ്ട്രോൾ കുറയ്ക്കാൻ അത് സഹായിക്കുന്നുണ്ട്. അതാണ് ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് ഇപ്പം നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ നമ്മൾ ഇൻസുലിൻ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുക, ഒരു കോശത്തിന് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ അത് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കൂടുതലാകുമ്പോൾ എന്താവും? അത് സ്വീകരിക്കൂല. അപ്പോൾ അത് കൊടുക്കുമ്പോൾ അത് വാങ്ങുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ ബ്ലഡിൽ നമ്മുടെ ഇൻസുലിൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു പരിഹാരം നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്ക് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഡയബറ്റിക് ഉണ്ടാകുന്നതിന് മുന്നേ ഈ ഒരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ വയറ് വീർത്ത് വരാൻ തുടങ്ങും. അതൊരു ഇൻസുലിൻ റെസിസ്റ്റൻസിന് ഒരു എക്സാമ്പിളാണ്. കുടവയറ് നമുക്ക് വരുന്നത്. അതേപോലെ നമുക്ക് എന്തുണ്ടാവും? ബ്ലോക്ക് ഉണ്ടാവും. നമുക്ക് അറ്റാക്ക് പോലത്തെ സാധനങ്ങൾ വരാനുള്ള, ഞാൻ പറഞ്ഞു ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുമ്പോൾ അത് എവിടെയാണ് സേവ് ചെയ്ത് വെക്കും? നമ്മുടെ ബ്ലഡ് വെസൽസിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ നമുക്ക് യൂറിക് ആസിഡിൻ്റെ പ്രശ്നം വന്ന് നമുക്ക് ഈ പെയിൻ, ഗൗട്ട് പോലത്തെ പെയിൻ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ കിഡ്നിയിൽ സ്റ്റോണായിട്ട് മാറുന്നുണ്ട്. ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഓസ്റ്റിയോപോറോസിസ് എന്നുള്ള ബുദ്ധിമുട്ട് എല്ലാം ഇൻസുലിൻ റെസിസ്റ്റൻസ്, നമ്മൾ ഈ അമിതമായി കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടാണ് നമുക്ക് വരുന്നത്. കഴുത്തിൻ്റെ ബാക്കിൽ കറുപ്പ്, നമ്മൾ എത്ര ക്രീം കൊടുത്താലും ഈ കഴുത്തിൻ്റെ ബാക്കിലുള്ള കറുപ്പ് പോവില്ല. കാരണം എന്താ? അവരുടെ ശരീരത്തിൽ ഈ ഒരു സംഭവം നടന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ കഴുത്തിൻ്റെ ബാക്കിലെ കറുപ്പ്, അതുപോലെ ബ്ലഡ് പ്രഷർ ഉണ്ടാവും. ടെസ്റ്റോസ്റ്റിറോൺ, ആണുങ്ങൾക്കാണെങ്കിൽ അവരുടെ മെയിൽ ഹോർമോണായിട്ട് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറഞ്ഞു പോകും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത്. അപ്പോൾ അത് അവരുടെ സെക്ഷലിനെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് അതിൽ വരുന്നത്. ഇനി കറുവപ്പട്ട ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് നമ്മുടെ ആൽഫ ലിപ്പോയിക് ആസിഡ് എന്ന് പറയും. നമ്മുടെ ബ്രൊക്കോളിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു എക്സ്ട്രാക്റ്റ് ആണ്. അതെന്താണ്? ഒരു നാച്ചുറൽ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇംപ്രൂവ് മെറ്റബോളിക് പാത്വേസ് ഒക്കെ ഉണ്ട്. അതുപോലെ ഡയബറ്റിക് നെർവ്സ് ഡാമേജിന് നമുക്ക് വരാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒരു ഷുഗർ പേഷ്യൻറ്റ് സംബന്ധിച്ച് നമുക്ക് നെർവ്സിനെ ബാധിക്കും. കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയും, മസിൽസ് വീക്കാവും, ഇല്ല ഒരുപാട് നെഫ്രോപ്പതി, ന്യൂറോപ്പതി, റെറ്റിനോപ്പതി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയുള്ളതാണ് നമ്മുടെ ആൽഫ ലിപ്പോയിക് ആസിഡ്. അതുപോലെ തന്നെ സ്പൈനാച്ച്, ചീമച്ചീര അല്ലെങ്കിൽ പാലക്ക് എന്നൊക്കെ പറയും. അത് ചില ആളുകൾ എന്ത് സംഭവിക്കും, ഈ ക്രോമിയത്തിൻ്റെ അഭാവത്തിൽ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ വന്നിട്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഒരു ചക്കരപ്പൊലി എന്നുള്ളതിലൊരു ജിംനിക് ആസിഡാണ് നമ്മൾ അതിൽ, ആ ഒരു കണ്ടൻ്റാണ് അതിലെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ നീമാണ് അതിൽ നമ്മുടെ സ്ട്രെസ് കുറച്ചുകൊണ്ട് ഷുഗർ ലെവൽ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. കരളിനെ സംരക്ഷിക്കുന്നുണ്ട്. പാൻക്രിയാസിൻ്റെ പ്രവർത്തനം ബൂസ്റ്റ് ചെയ്യുകയും, പാൻക്രിയാസ് നന്നായിട്ട് പ്രവർത്തിച്ചാലേ എന്തുണ്ടാവുള്ളൂ, നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുണ്ട്? അടയ്ക്ക എന്താ അതിൽ ചെയ്യുന്നത്? നമ്മുടെ ദഹന പ്രക്രിയ കറക്റ്റാക്കുന്നുണ്ട്, കരളിനെ സംരക്ഷിക്കുന്നുണ്ട്, പാൻക്രിയാസിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നുണ്ട്, ശരീരത്തിലെ എക്സസ് ആയിട്ടുള്ള കൊഴുപ്പിനെ അലിയിച്ച് കളയാനും സഹായിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഉള്ളതാണ് പാവയ്ക്ക. ആ പാവയ്ക്ക നമ്മുടെ ഡയബാലൈഫിൽ പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്, കരളിനെ സംരക്ഷിക്കുന്നുണ്ട്, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഒരു ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് 36 അല്ലി വെളുത്തുള്ളിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഗുണമാണ്. ഈ 36 അല്ലി നമുക്ക് ഒറ്റയടിക്ക് ചവച്ചരച്ച് കഴിക്കാൻ പറ്റുമോ? നമുക്കത് നമ്മുടെ വായൊക്കെ പൊള്ളി വയറൊക്കെ പണിയാവും. അപ്പോൾ ആ 36 അല്ലി വെളുത്തുള്ളി എന്നുള്ളൊരു കണ്ടന്റാണ് എന്ത് വരുന്നത്, നമ്മളുടെ ഒരു ഓൺ ആൻഡ് ഓണിൻ്റെ ഡയബാലൈഫിലെ ക്യാപ്സ്യൂൾ വരുന്നത്. അപ്പോൾ അത്രയും ഗുണം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രീ ഡയബറ്റിക് അതായത് 5.7 സ്റ്റാർട്ടിങ്ങിലുള്ള പ്രീ ഡയബറ്റിക്കിലുള്ള ആളുകൾക്ക് ഒരു ക്യാപ്സ്യൂളാണ് ഒരു ദിവസം വെച്ച് കഴിക്കേണ്ടത്. ഇനി അതല്ല, ടൈപ്പ് 1 ടൈപ്പ് 2 1 ക്യാപ്സ്യൂൾ ഡേ, അതായത് ഡയബറ്റിക് ആയ ആൾക്ക് ഒരു ക്യാപ്സ്യൂൾ കൊടുക്കാം. അതുപോലെ ഹൈ ഡയബറ്റിക് HbA1c 12-ൽ കൂടുതൽ ആൾക്കാർക്ക് 2 ക്യാപ്സ്യൂൾ വെച്ച് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. ഇത് 7 വയസ്സിനുള്ള കുട്ടികൾ മുതൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമുക്ക് ആ രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു നമ്പർ 1 ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. HbA1c കുറേ 11 വയസ്സ് മീൻസ് 11 ഒക്കെ ഉള്ളത് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ആളുകൾ ചിന്തിക്കാതെ നമ്മൾ മെഡിസിൻ എടുക്കുന്നുണ്ട്, അവരോട് പറയേണ്ടത് അവർ കഴിക്കുന്ന മെഡിസിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ പറയാം. അപ്പോൾ അവർക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ കുറയുന്നത് കാണാം.